ഗുരുവായൂർ ആനയോട്ടത്തിലെ താരം കൊമ്പൻ ഗോപി കണ്ണൻ ചരിഞ്ഞു. ആനത്താവളത്തിലെ കെട്ടുംതറയിൽ കുഴഞ്ഞു വീണായിരുന്നു അന്ത്യം. മാർച്ച് ആദ്യവാരം തെക്കേപ്പറമ്പിലെ കെട്ടുംതറയിൽ മദപ്പാടിൽ തളച്ചതായിരുന്നു. ജൂൺ 2-ാം വാരത്തിൽ നീരിൽ നിന്ന് അഴിക്കാനിരുന്നതാണ്. കൊമ്പന് കാര്യമായ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2 ദിവസമായി തീറ്റയെടുക്കാൻ മടി കാണിച്ചിരുന്നു. മദപ്പാടിലായതിനാൽ ചികിത്സ നൽകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. പുലർച്ചെ 2 മണിയോടെ ആന ചിഹ്നം വിളി തുടങ്ങി. ദേവസ്വം വെറ്റിനറി ഡോക്ടർ ചാരുജിത്ത് നാരായണന്റെ നേതൃത്വത്തിൽ മരുന്ന് നൽകിയെങ്കിലും കഴിക്കാൻ കൂട്ടാക്കിയില്ല. 4 മണിയോടെ കുഴഞ്ഞു വീഴുകയും 4:10 അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ എം രാധ എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് ജഡം കോടനാട്ടേക്ക് കൊണ്ടുപോയി. കോടനാട് വനത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം സംസ്കരിക്കും. തൃശൂരിലെ പ്രമുഖ വ്യവസായി ഗോപു നന്ദിലത്താണ് 2001 സെപ്റ്റംബർ 3-ന് ഗോപി കണ്ണനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തിയത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ആനയോട്ടത്തിൽ 9 തവണ ജേതാവായിട്ടുണ്ട്. ഗോപി കണ്ണന്റെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 36 ചുരുങ്ങി. TCV ന്യൂസ്, ഗുരുവായൂർ.